ഗസയിൽ സമാധാനം പുലരുമോ? ഹമാസിനെ തുടച്ചു നീക്കുകയാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഹമാസിനെ തകർക്കാനിറങ്ങിയ ഇസ്രയേൽ പലസ്തീനിൽ വംശഹത്യ നടത്തുന്നുവെന്ന ആരോപണമാണ് ഉയരുന്നത്. സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് നെതന്യാഹുവും സംഘവും ആക്രമണം നടത്തുന്നത്. പലസ്തീനികളെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്താൻ ഇസ്രയേൽ നടത്തിയ പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഇസ്രയേൽ സൈന്യത്തിലെ മുൻ ഉന്നതോദ്യോഗസ്ഥൻ തന്നെയാണ്. സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച ഇടങ്ങൾ, അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ ലക്ഷ്യമിട്ട് അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത്. ഇതിനെതിരെ ആഗോളതലത്തിൽ ശക്തമായ പ്രതിഷേധവും ഇസ്രയേലിന് നേരെ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഇസ്രയേലിനെ അനുകൂലിച്ചിരുന്ന രാജ്യങ്ങൾക്ക് പോലും ഇപ്പോൾ പരസ്യമായി ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഗസയിൽ നിന്ന് ഇസ്രയേൽ ആക്രമണം ലബനനിലേക്കും ഇറാനിലേക്കും യമനിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നു. അതായത് ഇസ്രയേലിന്റെ നാലു ചുറ്റും ശത്രുക്കളാണ്. ഹൂതികൾ ഇസ്രയേലിനെ വിറപ്പിച്ച് ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. അമേരിക്കയ്ക്കും ഇപ്പോൾ നെതന്യാഹുവിനോട് പഴയ സൗഹൃദമില്ല. ട്രംപ് രണ്ടാമൂഴത്തിൽ നെതന്യാഹുവിനെ കൈവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പഴയ ഊഷ്മളത ഇരുവർക്കുമില്ല. ഇസ്രയേലിന് വലിയ തലവേദനയാണത്. രാജ്യത്ത് ശക്തമായ പ്രതിഷേധമാണ് ബന്ദിമോചനം വൈകുന്നതിൽ ഉയരുന്നത്. ഇതെല്ലാമാണ് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചതെന്ന് വേണം കരുതാൻ. ഈ പറഞ്ഞവയിൽ ഏറ്റവും പ്രധാനം ബന്ദികളുടെ മോചനം തന്നെയാണ്. അതിനിടെയാണ് മറ്റൊരു അമ്പരപ്പിക്കുന്ന റിപ്പോർട്ട് ഗസയിൽ നിന്ന് വരുന്നത്. ബന്ദിയെ പാർപ്പിച്ച കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡാണ് ആക്രമണം നടന്ന വിവരം സ്ഥിരീകരിച്ചത്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കാനിരുന്ന ബന്ദികളിൽ ഒരാളെ പാർപ്പിച്ചിരുന്ന കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായെന്നാണ് ഹമാസ് പറയുന്നത്. അൽ ഖസാം ബ്രിഗേഡിയറിന്റെ വക്താവ് അബു ഉബൈദയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഈ ആക്രമണം കൊണ്ട് എന്താണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്? ഒരു കാര്യം വ്യക്തമാണ്: വെടിനിർത്തൽ ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല. ഹമാസിനെ തകർക്കാൻ എന്ന പേരിൽ പലസ്തീനെ തന്നെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് ഇസ്രയേൽ നടത്തുന്നത്. ആക്രമണം തുടരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ബന്ദിമോചനമാണത്. മനസ്സില്ലാ മനസ്സോടെ വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ സമ്മതിച്ചത് ബന്ദികളുടെ മോചനം ലക്ഷ്യമിട്ട് മാത്രമാണ്. ഇതിന് തുരങ്കം വയ്ക്കാനുള്ള ശ്രമമാണോ ഇസ്രയേൽ നടത്തുന്നത്? ആക്രമണങ്ങളിലൂടെ ബന്ദികളെ ഇസ്രയേൽ കൊന്നൊടുക്കുമോ? വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതിനിടെ വെടിനിർത്തൽ കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവെച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ 15 മാസങ്ങളായി ഗസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന നരനായാട്ട് അവസാനിപ്പിക്കാനും പലസ്തീനി തടവുകാർക്ക് പകരം ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ വിട്ടയക്കാനും വ്യവസ്ഥ ചെയ്യുന്നതാണ് കരാർ. വെടിനിർത്തൽ സംബന്ധിച്ച് ബുധനാഴ്ച രാത്രി തീരുമാനമായെങ്കിലും കഴിഞ്ഞ ദിവസവും ഇസ്രയേൽ ഗസയിൽ ആക്രമണം തുടർന്നിരുന്നു. 72 പേരെയാണ് 24 മണിക്കൂറിനിടെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത്. വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിനെ നെതന്യാഹു നേതൃത്വം നൽകുന്ന സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ എതിർത്തിരുന്നു. കരാർ അംഗീകരിച്ചാൽ സഖ്യം വിടുമെന്ന് ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുർ കഴിഞ്ഞ ദിവസവും ഭീഷണി മുഴക്കിയിരുന്നു. വെടിനിർത്തലിന് ആദ്യഘട്ടത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഗസയിൽ ബന്ദികളാക്കിയിട്ടുള്ള ശേഷിക്കുന്ന 100 പേരിൽ 33 പേരെ വരും ആഴ്ചകളിൽ മോചിപ്പിക്കും. ഇതിന് പകരമായി നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രയേലും സമ്മതിച്ചു. ഘട്ടം ഘട്ടമായിട്ടാകും ബന്ദികളുടെ മോചനം.